വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വഴികൾ. എല്ലാവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. രവിചന്ദ്രൻ സിയുടെ എല്ലാറ്റിനും ശാസ്ത്രത്തിൽ ഉത്തരമുണ്ടോ എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ആദ്യം രവിചന്ദ്രൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാത്തിനും ശാസ്ത്രത്തിൽ ഉത്തരം ഉണ്ടെങ്കിൽ മനുഷ്യന്റെ മരണം, ആക്സിഡന്റ് കൂട്ടിച്ചേർത്താൽ എന്തുകൊണ്ട് നമുക്ക് ആ ജീവൻ തിരിച്ചു കിട്ടുന്നില്ല? ഇപ്പോൾ ശാസ്ത്രം തോറ്റോ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു അന്വേഷണ രീതിയാണ്. എല്ലാത്തിനും നമുക്ക് ഉത്തരവുണ്ടോ? എല്ലാത്തിനും നമുക്ക് ഉത്തരവില്ല. എല്ലാത്തിനും നമുക്ക് ഉത്തരം ആവശ്യമില്ല. രവിചന്ദ്രൻ ആദ്യമേ സമ്മതിച്ചു എല്ലാറ്റിനും ശാസ്ത്രത്തിൽ ഉത്തരവില്ലെന്ന്. പക്ഷേ പിന്നെ പറഞ്ഞതാണ് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടാണ് എല്ലാറ്റിനും ഉത്തരം ആവശ്യമില്ലെന്ന് പറയുന്നത് എന്ന്. ശാസ്ത്രം ഒരു കാര്യം അംഗീകരിക്കുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഉത്തരം പറയേണ്ട ബാധ്യത ശാസ്ത്രത്തിനില്ലേ? ഉദാഹരണത്തിന് ഊർജ്ജ നിയമതത്വം കൊടുക്കുക. ഊർജ്ജത്തെ പുതുതായി നിർമ്മിക്കുവാനോ ഉള്ള ഊർജ്ജത്തെ നശിപ്പിക്കുവാനോ കഴിയില്ല എന്ന് നാം പഠിച്ചതാണ്. ഇതാണ് ഊർജ്ജ നിയമതത്വം. ഇത് ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. അങ്ങനെയെങ്കിൽ ഈ ഊർജം എവിടെ നിന്നുണ്ടായി, എങ്ങനെയുണ്ടായി എന്ന് പറയാനുള്ള ബാധ്യത ശാസ്ത്രത്തിനില്ലേ? അതല്ലാതെ അതിനുത്തരം പറയേണ്ട ആവശ്യമില്ല എന്ന് ഒഴിഞ്ഞു മാറുന്നതാണോ ശരിയായ വഴി? ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും ഒന്ന് നിഷേധിക്കുന്നുവെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും പറയാനുള്ള ബാധ്യത ശാസ്ത്രത്തിനില്ലേ? ഉദാഹരണമായിട്ട് ഒരു സിമ്പിളായിട്ട് ഞാൻ പറയാം. മരണത്തിന് ശേഷം നമ്മുടെ ജീവൻ എന്ത് സംഭവിക്കുന്നു? ഇതൊരു ചോദ്യമാണ്. അതിന് ഉത്തരം ആവശ്യമുണ്ടോ? അതൊരു ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലാണ് സംഭവിക്കുന്നതെന്ന് പറയേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാം. കാരണം ഞാൻ ഇവിടെ ഉണ്ട്, ഉള്ളതാണ്. മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ ചോദ്യം അത് വാലിഡ് ആയിട്ടുള്ള ചോദ്യമല്ല. ഒരുപാട് മണ്ടത്തരങ്ങൾ ഒരുക്കൂട്ടി വെച്ച് അതാണ് വലിയ ബുദ്ധിയെന്ന് പറയലാണ് യഥാർത്ഥത്തിൽ രവിചന്ദ്രൻ സി. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടതില്ല എന്നാണ് രവിചന്ദ്രൻ സിയുടെ മറുപടി. കാരണം അത് ഉത്തരം നൽകേണ്ട ചോദ്യമില്ലെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഉത്തരം പറയാൻ കഴിയാത്തതിനാൽ അതിന് ഉത്തരമില്ലെന്ന് പറയുന്നത് വിഡിത്തമല്ലേ രവിചന്ദ്ര? നാളെ ഈ ശാസ്ത്രം തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്തിയാലോ? ജീവൻ എന്ന ചലനാത്മകത അതുണ്ടായിരുന്ന ഒന്നാണ്. അത് ഇല്ലാതാവുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നുവെന്ന് കൂടി പറയണ്ടേ രവിചന്ദ്രൻ സി? ഇപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാം. കാരണം ഞാൻ ഇവിടെ ഉണ്ട്, ഉള്ളതാണ്. മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ ചോദ്യം അത് വാലിഡ് ആയിട്ടുള്ള ചോദ്യമല്ല. ഇനി അങ്ങനെ എന്ത് സംഭവിക്കുന്നു, ഇൻവാലിഡ് ആയിട്ട് ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയേണ്ട കാര്യമില്ല. താങ്കൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാമെന്നാണ് താങ്കൾ പറയുന്നത്. കാരണം താങ്കൾ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ചോദ്യം മൂല്യമുള്ളതും അർത്ഥമുള്ളതുമാണെന്നാണ് താങ്കളുടെ വാദം. അതേ രീതിയിൽ താങ്കൾ ഇപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ കൂടെ നടന്നു പോവുകയായിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് താങ്കൾ മരിച്ചു. മരിച്ചപ്പോൾ അടുത്തുണ്ടായിരുന്നവർ ചോദിച്ചു, ഇതുവരെ രവിചന്ദ്രൻ ജീവനുണ്ടായിരുന്നു, ഇപ്പോൾ ആ ജീവൻ എവിടെ പോയി? താങ്കൾ പറഞ്ഞതുപോലെ ഇതുവരുടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന താങ്കളിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു. ആ ചലനാത്മകത എവിടെ പോയി? ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവേണ്ടതല്ലേ? ആ ഉത്തരമാണ് വിശ്വാസികളായ ജനങ്ങൾക്ക്, നിങ്ങളെപ്പോലെയുള്ള യുക്തിഭദ്രതയുള്ള ശാസ്ത്രബോധമുള്ള മനുഷ്യർ നൽകേണ്ടത്. അതേപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? പലരും ചോദിക്കും, എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? എന്താ ജീവിതത്തിന്റെ അർത്ഥം? നമ്മൾ എന്തർത്ഥം കൊടുക്കുന്നു അതാണ് അതിന്റെ അർത്ഥം. അല്ല, പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. മിസ്റ്റർ രവിചന്ദ്രൻ, ജീവിതത്തിന് എന്താണ് അർത്ഥമെന്ന് വല്ലവരും ചോദിച്ചാൽ അങ്ങനെ ഒരു അർത്ഥവുമില്ലെങ്കിൽ അവരെയാണ് നാം മൃഗമെന്ന് വിളിക്കുന്നത്. അർത്ഥമുള്ളവരെ, ജീവിതത്തിന് ലക്ഷ്യമുള്ളവരെ നാം മനുഷ്യരെന്നാണ് വിളിക്കുന്നത്. ഇത്രയും ബാലിശമായ ചിന്ത വെച്ച് പുലർത്തുന്ന താങ്കളെ പോലുള്ളവർക്ക് ഇതുപോലെയുള്ള വേദികൾ ഒരുക്കി തരുന്നവരെയാണ് ആദ്യം പറയേണ്ടത്. ഒരാളെ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അതെന്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ കഴിയാത്തത്? അയാളുടെ തൊട്ട് മുന്നേ ഉള്ള അവസ്ഥയെക്കുറിച്ച് നമുക്ക് ധാരണയില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പൊ ചില രോഗികൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ഇത്ര ദിവസം കൂടെ ഉള്ളൂ, ഇത്ര മണിക്കൂർ കൂടെ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അത് ആ പ്രീവിയസ് ഡേറ്റ വെച്ച് അനാലിസിസ് ചെയ്തിട്ട് അതിന്റെ പ്രൊജക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ പെട്ടെന്ന് നിൽക്കുന്ന ഒരാള് കുഴഞ്ഞു വീണ് മരിക്കുകയാണെങ്കിൽ അയാളുടെ മെഡിക്കൽ ഹിസ്റ്ററി അൺനോൺ ടു ഹിംസെൽഫ് ആൻഡ് അൺനോൺ ടു അതേഴ്സ് എന്നാണ് എന്റെ അർത്ഥം. അയാൾക്ക് അയാളുടെ വൈദ്യ ശാസ്ത്രപരമായിട്ടുള്ള ചരിത്രം അറിയില്ല,
അയാളുടെ ഹൃദയം ഏത് അവസ്ഥയിലാണെന്ന് അയാൾക്കറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. ഇത് രണ്ടും അറിയാത്തതുകൊണ്ട് അതൊരു അത്ഭുതമായി മാറി, പെട്ടെന്ന് കുഴഞ്ഞു വീണു. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് അറിയാമായിരുന്നെങ്കിൽ അറിയുന്നവർക്ക് അത് അത്ഭുതമല്ലാതായി മാറും. ഒരാൾ എപ്പം മരിക്കുമെന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല രവിചന്ദ്രൻ. ശാസ്ത്രം ചരമക്കുറിപ്പ് എഴുതിയ പലരും പിന്നെയും കാലങ്ങളോളം ജീവിച്ചിട്ടുണ്ട്. ശാസ്ത്രം എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങളും നടത്തിയിട്ടും നിങ്ങൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് പലരെയും പറഞ്ഞുവിടുന്ന പലരും അടുത്ത നേരം പുലരുന്നതിന് മുമ്പ് മരിച്ചു പോയിട്ടുമുണ്ട്. എന്നിട്ടും ആ ഡേറ്റും മണിക്കൂറുകളും തെറ്റിച്ച് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ജീവിച്ചിരുന്നവരുണ്ട്. മരിച്ചെന്ന് മെഡിക്കൽ ടൈംസ് വിധി എഴുതി മോർച്ചറിലേക്ക് മാറ്റിയവരും പിന്നീട് ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പൊട്ടത്തരങ്ങൾ വിളമ്പി അത് കോരിക്കൊടുത്ത് ആളുകളെ വീണ്ടും വീണ്ടും ബുദ്ധികളാക്കല്ലേ രവിചന്ദ്ര? ഈ അത്ഭുതങ്ങളെല്ലാം ഉണ്ടാകുന്നത്, ഓർക്കാപ്പുറത്തുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. ആ അറിവ് കിട്ടുന്നവർക്ക് ആ പ്രശ്നമില്ല. അത്ഭുതങ്ങളെല്ലാം ഉണ്ടാവുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളും വിഡ്ഢികളുടെ സംഭാവനയാണെന്ന് നിങ്ങളെപ്പോലുള്ളവർ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ആളുകൾ പറയായിരുന്നു പ്രഷറും ഷുഗറും ഒക്കെ സമ്പന്നന്റെ രോഗമാണെന്ന് അവർ അവകാശപ്പെടുമായിരുന്നു. ഇച്ചിരി ഷുഗറും ഇച്ചിരി പ്രഷറും എന്നൊക്കെയുള്ള ഡയലോഗ് ഉണ്ടായിരുന്നു. അതൊരെന്തോ ഒരു വലിയൊരു സ്നോബറിയാണ്. അത് അന്നത്തെ അവസ്ഥ ഏതാണ്? അന്ന് ശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല, ശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയുമായിരുന്നു, പക്ഷെ അന്ന് അറിയില്ലായിരുന്നില്ല. അന്ന് ശാസ്ത്രം അത്രയും വികസിച്ചിട്ടില്ല. ഇതാ ഇപ്പൊ കുടിച്ച കള്ളാണ് കള്ള്. കേട്ടില്ലേ? ശാസ്ത്രത്തിന് അറിയാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ അന്നറിയാൻ കഴിയില്ലായിരുന്നു, ഇപ്പോൾ ശാസ്ത്രത്തിന് അറിയാൻ കഴിയുന്നുവെന്ന്. ഇത് തന്നെയാണ് പറയുന്നത്. ഇന്ന് കണ്ടെത്താത്ത പലതും ശാസ്ത്രം നാളെ കണ്ടെത്തിയേക്കാം. അതുകൊണ്ട് കണ്ടെത്താത്ത ഒന്നും ഇല്ല എന്ന് പറയുന്നത് യുക്തിയല്ല, ശാസ്ത്രവുമല്ല.